ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. മനുഷ്യരെ നന്നാക്കാൻ, മനുഷ്യരെ നന്മയിലൂടെ നയിക്കാൻ കേവലമായ ധ്യാനത്തിനോ മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമാക്കുന്നത് കൊണ്ടോ സാധ്യമല്ല. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കണമെങ്കിൽ 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്നാമത്തേത്, ഞാൻ എന്തിനു വേണ്ടി നന്മ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. രണ്ടാമത്തേത്, ഞാൻ നന്മ ചെയ്യണമെങ്കിൽ എന്താണ് നന്മ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. മൂന്നാമതായി, ഈ നന്മ എവിടെ നിന്നാണ് എനിക്ക് ലഭിക്കുക എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടിസ്ഥാനപരമായി മനുഷ്യർ സ്വാഭാവികമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ധർമ്മത്തെയും നന്മയെയും എല്ലാം കുറിച്ച് നമുക്ക് ഒരുപാട് പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ധാർമ്മികമായൊരു സമൂഹത്തിന്റെ സൃഷ്ടി ആവശ്യമുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അവിടെയുള്ള സാധാരണക്കാരനും ബുദ്ധിജീവിക്കും മുതലാളിക്കും തൊഴിലാളിക്കും വിവരമുള്ളവനും ഇല്ലാത്തവൻ എന്ന് സമൂഹം വിധിക്കുന്ന ആളുകൾക്കുമെല്ലാം ഒരേ തലത്തിൽ നിന്നുകൊണ്ട് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയണം. ഇവിടെയാണ് പ്രവാചക പ്രബോധനങ്ങൾ പ്രസക്തമാകുന്നത്. പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കേവലം മനസ്സും ശരീരവും ഏകാഗ്രമായി നിർത്തുക എന്നല്ല. ഇവിടെ പറഞ്ഞു, ഒന്നാമതായി നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നാ പറഞ്ഞത്. എന്തിന് തമ്പുരാനെ മനസ്സിലാക്കണം? ആ ചോദ്യത്തിന് പ്രവാചകന്മാരുടെ ഉത്തരമുണ്ടായിരുന്നു. ആകാശത്തിലിരിക്കുന്ന തമ്പുരാൻ അവിടെ ഇരിക്കട്ടെ, ഭൂമിയിൽ നിങ്ങൾ എങ്ങനെയും ജീവിക്കുക എന്നല്ല. മറിച്ച് ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങൾക്കും കൃത്യമായി മാർഗദർശനം നൽകിയിട്ടുള്ള തമ്പുരാന്റെ മാർഗദർശനം നിന്റെ ചുറ്റുപാടും നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ അവനെ നീ അറിയുന്നത് വഴി നിനക്ക് സ്വാതന്ത്ര്യം നൽകുകയും നിന്നെ ഉന്നതമായ അവസ്ഥയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അങ്ങനെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ആ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ മാത്രമേ ജീവിതം വിമലീകരിക്കപ്പെടുകയുള്ളൂ. അതിനൊന്നാമതായി എന്ത് വേണം? അവനെ അറിയണം, അവനെ മനസ്സിലാക്കണം. അവനെ കുറിച്ച് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. സട്ടാവായ തമ്പുരാൻ അവൻ ആരാണ്, എങ്ങനെയുള്ളവനാണ്? അവനെ കേവലം മനസ്സിലാക്കിയതുകൊണ്ട് കണ്ട് കഴിഞ്ഞോ? ഇല്ല. അവനുമായി നിനക്ക് വൈയക്തികമായ സമ്പർക്കമുണ്ടാകണം. വ്യക്തിപരമായി നിന്റെ യജമാനനായ നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളെ സൃഷ്ടിച്ച് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ തമ്പുരാൻ, അവനുമായി നിനക്ക് വൈയക്തികമായ വ്യക്തിപരമായ സമ്പർക്കം ഉണ്ടാകണം. ആ വ്യക്തിപരമായ സമ്പർക്കം എങ്ങനെയാണ് ഉണ്ടാവുക? അവനെ മാത്രം നീ ആരാധിക്കണം. നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കപ്പെടണം. അപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ നാഥനായി അവൻ തീരും. സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. ഇതാണ് പ്രവാചകന്മാർ മുഴുവനും ഒന്നാമതായി പറഞ്ഞത്. എങ്കിലേ നീയും സട്ടാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെടൂ. എപ്പോൾ ഈ ആരാധനയുടെ വിഷയത്തിൽ മറ്റുള്ളവരെ നീ പങ്കാളിയാക്കിയോ, നീയും സട്ടാവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. നീയും സട്ടാവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നീട് ആ ബന്ധം കൂട്ടിയിണക്കുക പ്രയാസകരമായിരിക്കും. അതിന് മാർഗങ്ങൾ വേറെയുണ്ട്, അത് വേറെ വശം. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർ ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒന്നാമത് പറഞ്ഞത് സട്ടാവിനെ അറിയാനും ഉൾക്കൊള്ളുവാനും അവന് ജീവിതത്തെ സമർപ്പിക്കുവാനുമാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വന്നു, സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണം, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. എങ്കിൽ എങ്ങനെ ആരാധിക്കണം? ഞങ്ങൾ എങ്ങനെ അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കണം? എന്തൊക്കെയാണ് അവന്റെ വിധിവിലക്കുകൾ? അവിടെ പ്രവാചകന്മാരുടെ അടുത്ത ഉത്തരമുണ്ടായി. അത് പഠിപ്പിക്കാനാണ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്കടുത്തേക്ക് അയച്ചിട്ടുള്ളത്. ഞങ്ങൾക്കിതാ ദൈവിക ബോധനം ലഭിക്കുന്നു, അതിന് കൃത്യമായ തെളിവുണ്ട്.
ആ തെളിവ് നിങ്ങൾ പരിശോധിക്കുക. പരിശോധിക്കുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് ദിവ്യമായ ബോധനം ലഭിക്കുന്നുണ്ട് എന്ന്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ ദിവ്യബോധനത്തെ പിൻപറ്റുക. നന്മ തിന്മകളുടെ വിഷയത്തിൽ ദിവ്യബോധന പ്രകാരം നന്മ എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുക. ദിവ്യബോധന പ്രകാരം തിന്മ എന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. ആ ദിവ്യബോധനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായ ദിവ്യബോധനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവയിൽ നന്മ എന്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, തിന്മ എന്താണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവയിൽ പറഞ്ഞ നന്മ അനുഷ്ഠിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ജീവിതത്തെ എങ്ങനെ വിമലീകരിക്കാമെന്ന് ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ പ്രായോഗികമായി കാണിച്ചു തന്നിരിക്കുന്നു. ഇതാണ് പ്രവാചകന്മാർ പറഞ്ഞത്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നുള്ള വിഷയത്തിലുള്ള കൃത്യമായ ഉത്തരം. വേദഗ്രന്ഥത്തിലേക്ക് നോക്കൂ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ എന്ന ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഈ നന്മ തിന്മകൾ എന്തിന് ഞങ്ങൾ അനുഷ്ഠിക്കണം, അനുധാപനം ചെയ്യണം? ഞങ്ങൾ എന്തിനിങ്ങനെ പ്രയാസപ്പെടണം? നിങ്ങൾ ഈ പറഞ്ഞ ദൈവിക വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാതിരുന്നാൽ എന്താണ് കുഴപ്പം? മൃഗീയമായ തൃഷ്ണ ഞങ്ങൾക്കുണ്ട്. ആ തൃഷ്ണയോടുകൂടി പരമാവധി ആസ്വദിക്കുവാൻ വേണ്ടി, ഈ ജീവിതത്തെ ആസ്വദിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ എന്താ കുഴപ്പം? അവിടെയും ദൈവദൂതന്മാരുടെ ഉത്തരമുണ്ടായി. ഈ ജീവിതം എന്നത് കേവലം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണത്തിന്റെ കാലം മാത്രമാകുന്നു. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ ജീവിച്ചു തീർക്കുക എന്നതല്ല. ഈ ജീവിതത്തിന് പരമമായൊരു ലക്ഷ്യമുണ്ട്. മനുഷ്യ, നിനക്ക് വേണ്ടി ഒരു ശാശ്വതമായ ജീവിതം തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണം നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ശാശ്വത ജീവിതത്തിന്റെ ആരംഭമാണ്. ഇവിടെ വെച്ച് നീ നിനക്ക് നൽകപ്പെട്ട ജീവിതത്തിലെ നിനക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ദൈവിക വിധിവിലക്കുകൾ പ്രകാരം നീ വിനിയോഗിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ പൂർണ്ണമായ കാരുണ്യത്തിന്റെ പ്രകാശനത്തിന്റെ ഭൂമി, പ്രകാശനത്തിന്റെ സ്ഥലം, സ്വർഗലോകത്തേക്ക് നിനക്ക് പ്രവേശനം ലഭിക്കും. അതല്ല, ദൈവികമായ വിധിവിലക്കുകളെ അനുധാവനം ചെയ്യാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് അവന്റെ ശാപകോപ താപങ്ങളുടെ ഭവനമായ നരകലോകത്തിലേക്കായിരിക്കും പ്രവേശനം ലഭിക്കുക. ഇവിടെ മനുഷ്യന്റെ നന്മതിന്മകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരമായി. ആ ഉത്തരം നൽകപ്പെടാത്തിടത്തോളം കാലം മറ്റൊരു കുറുക്കു വഴികളും വഴി, ആത്മീയമോ ഭൗതികമോ ആയ ഏതെങ്കിലും ഒരു കുറുക്കു വഴി മനുഷ്യനെ നന്മയുള്ളവനാക്കി തീർക്കാൻ കഴിയില്ല. കൃത്യമായ വിശ്വാസം, സട്ടാവായ തമ്പുരാൻ എന്റെ ഹൃദയത്തിന്റെ നാഥൻ, എന്നെ ഏത് സമയത്തും നോക്കിക്കൊണ്ടിരിക്കുന്നവൻ, എന്റെ മനസ്സിനകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യ വിചാരങ്ങളെപ്പോലും കൃത്യമായി അറിയുന്നവൻ, അവന് എന്നോട് ഇഷ്ടമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, എന്നേക്കാളധികം എന്നെ ഇഷ്ടം